തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എവിടെ നോക്കിയാലും എന്റെ ഇരട്ട സഹോദരി ദീപയുടെ മുഖമായിരുന്നു. യൂണിവേഴ്സിറ്റി ബോർഡിന്റെ വലിയ ബാനറിൽ അവളുടെ പടം. അവൾ താരപുത്രി, ഗോൾഡൻ ചൈൽഡ് ആയിരുന്നു. ഞാൻ എന്റെ മുറിയിലെ മഞ്ഞ ചുമരുകളുടെ തണുപ്പിൽ ആ പ്രഭയുടെ നിഴലിൽ ഒതുങ്ങി. ഞങ്ങൾ ഇരട്ടകളായിരുന്നിട്ടും എന്റെ ലോകം അവളിൽ നിന്ന് പ്രകാശവർഷങ്ങൾ അകലെയായിരുന്നു. എനിക്ക് കലയായിരുന്നു എല്ലാം. എന്റെ വിരൽത്തുമ്പിലൂടെ ബ്രഷുകൾ സംസാരിച്ചു. ഞാൻ കണ്ട ഇരുണ്ട ലോകത്തിന് ഞാൻ നിറങ്ങൾ നൽകി. കഴിഞ്ഞ മാസം നഗരത്തിലെ ഒരു ചെറിയ ഗ്യാലറിയിൽ എന്റെ ചിത്രപ്രദർശനമുണ്ടായിരുന്നു. അന്ന് ഞാൻ സ്വയം അഭിമാനിച്ചു. പക്ഷെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അച്ഛനും അമ്മയും ദീപയുടെ നീന്തൽ പരിശീലനത്തെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു. ആർട്ട് എക്സിബിഷൻ നന്നായിരുന്നോ നന്ദു? അമ്മ അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദത്തിനിടയിൽ ഒരു യാന്ത്രിക ചോദ്യം പോലെ ചോദിച്ചു. അമ്മേ, അതിലെന്റെ ചിത്രം സെലക്ട് ചെയ്തിരുന്നു. ഓ, അതോ? അതിനെന്താ മോളെ, നിനക്ക് കഴിവുണ്ടല്ലോ. ദീപ നന്നായി പഠിക്കട്ടെ, അവളുടെ ഭാവി ഉറപ്പിക്കട്ടെ. നിനക്ക് ഇതൊക്കെ പിന്നെ സമയമെടുത്ത് ചെയ്യാമല്ലോ. അവിടെ വെച്ച് എന്റെ അഭിമാനത്തിന്റെ കനലുകൾ അണഞ്ഞു. എന്റെ ഓരോ പരാജയത്തിനും ദീപയുടെ ഓരോ വിജയവുമായി ഞാൻ കൂട്ടിക്കഴിച്ചു. ഈ അവഗണനകൾക്ക് കാരണം എന്റെ കഴിവുകേടല്ലെന്ന്, മറിച്ച് തലമുറകളായി കൈമാറി വരുന്ന ഒരു ഇരട്ട ശാപം മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചു. എന്റെ മനസ്സിലെ ഏക സമാധാനം താഴത്തെ നിലയിലെ ചെറിയ മുറിയിൽ രോഗശയ്യയിൽ കിടക്കുന്ന എന്റെ ഇളയ സഹോദരി അഞ്ജലിയായിരുന്നു. എന്റെ നന്ദുചേച്ചി, ഈ വീട്ടിൽ എനിക്ക് തണുപ്പില്ലാത്ത ഒരിടം എന്റെ ഈ മുറിയാണ് എന്ന് അഞ്ജലി പറയുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ മുറിയായിരുന്നു എന്റെ സങ്കേതം. എന്റെ ലോകം മാളവികയിൽ ഒതുങ്ങിയിരുന്നു. അവളായിരുന്നു എന്റെ ഏക കൂട്ടുകാരി, എന്റെ വേദനകൾ അറിയുന്നവൾ. പക്ഷെ ആ വിശ്വാസം ഒരു നട്ടുച്ചയ്ക്ക് കോളേജ് ക്യാന്റീനിൽ വെച്ച് തകർന്നു. ചിരിയുടെയും ആരവങ്ങളുടെയും നടുവിൽ ദീപ മാളവികയെ തന്റെ കൈകളിൽ ചേർത്തുപിടിച്ച് ഉച്ചത്തിൽ ചിരിച്ചു. മാളവിക എന്റെ നേർക്ക് തിരിഞ്ഞ് ദീപയുടെ തോളിൽ തലചായ്ച്ച് എന്നെ നോക്കി. ആ നോട്ടം, അതൊരു ക്ഷമാപണമായിരുന്നില്ല, മറിച്ച് എന്റെ ഭാഗ്യക്കേടിനെക്കുറിച്ചുള്ള പരിഹാസമായിരുന്നു. നീ ഭാഗ്യകെട്ടവളാണ്. നിന്റെ അരികിൽ ആർക്കും നിൽക്കാനാകില്ല. എന്റെ ചെവിയിൽ ചില്ലുകൾ പൊട്ടുന്ന ശബ്ദം കേട്ടു. ലോകം മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തിയതായി എനിക്ക് തോന്നി. ആ രാത്രി ഞാൻ വീടിന്റെ തട്ടിലേക്ക് നടന്നു. എന്റെ നിരാശയുടെ കൊടുമുടിയിൽ, പഴമയുടെയും പൊടിയുടെയും ഗന്ധമുള്ള ആ മുറിയിൽ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് കിട്ടിയ തടിപ്പെട്ടി തുറന്നു. അതിനുള്ളിലെ ജീർണിച്ച തുകൽക്കെട്ടുള്ള ഡയറി എന്റെ കൈകളിൽ കിട്ടിയപ്പോൾ ഒരു വൈദ്യുതി തരംഗം എന്റെ ശരീരത്തിലൂടെ കടന്നുപോയി. പേജുകൾ മറിച്ചു. എന്റെ മുത്തശ്ശി എഴുതിയ വരികൾ വ്യക്തമായിരുന്നു. ഇരട്ട ശാപം. ഒരുവൾ സുവർണ കിരീടം അണിയുമ്പോൾ മറ്റവൾ നിഴലിൽ ജീവിക്കും. ഈ ശാപം അടുത്ത തലമുറയിലേക്ക് കൈമാറും. ഈ ഊർജ്ജചക്രം തകർക്കാൻ ഒരു മന്ത്രമുണ്ട്. കാവേരി, അവൾ സഹായിക്കും. ദീപയുടെ ലോകം തട്ടിയെടുക്കാൻ, എന്റെ ജീവിതം തിരിച്ചുപിടിക്കാൻ ഒരവസരം. എന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ശാപമാണ് എന്റെ പരാജയങ്ങൾക്ക് കാരണമെങ്കിൽ എനിക്കത് മാറ്റിയെഴുതാൻ കഴിയും. നഗരത്തിന്റെ തിരക്കിൽ നിന്നകന്ന് തികച്ചും ഒറ്റപ്പെട്ട ഒരിടം. തീക്ഷ്ണമായ കണ്ണുകളോടെ കറുത്ത വസ്ത്രം ധരിച്ച കാവേരി എന്നെ നോക്കി. നീ വന്ന വഴി എനിക്കറിയാം. നിനക്ക് വേണ്ടത് ദീപയുടെ ലോകമാണ്. എനിക്ക് വേണ്ടത് എന്റെ ജീവിതമാണ്. എന്റെ ശബ്ദം വിറച്ചു. അവളുടെ ഭാഗ്യം, അതെനിക്ക് വേണം. കാവേരി തലയാട്ടി. ശാപം ഇല്ലാതാക്കാനാവില്ല. അതിന്റെ ഫലം മാറ്റാനേ കഴിയൂ. ദീപയുടെ ലോകം നിനക്ക് ലഭിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ ദൗർഭാഗ്യം അവൾക്ക് ലഭിക്കും. നിങ്ങൾ പരസ്പര സ്ഥാനം മാറും. പക്ഷേ ഒരു മുന്നറിയിപ്പ്, നീ കയറി ചെല്ലുന്നത് ആ ലോകത്തിലെ നന്ദനയുടെ ശരീരത്തിലേക്കാണ്. അവളുടെ വ്യക്തിത്വം, അവളുടെ ചെയ്തികൾ, അവളുടെ ശത്രുക്കൾ എല്ലാം നിനക്ക് സ്വന്തമാകും. ആ പുതിയ നന്ദന വേദന നൽകുന്നവളാണ്. മാളവിക ദീപയുടെ കൈകളിൽ ഒതുങ്ങുന്ന ചിത്രം എന്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു. എന്റെ കണ്ണുകൾ അടഞ്ഞു. എനിക്ക് സഹിക്കാം. എന്റെ ജീവിതം എനിക്ക് തിരിച്ചു പിടിച്ചേ മതിയാവൂ. എനിക്ക് സമ്മതമാണ്. ചുവന്ന നൂലുകളും പുകയുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി കാവേരി മന്ത്രം ചൊല്ലി. ഞാൻ ബോധഹനയായി വീണു. എന്റെ മോഹിച്ച ജീവിതത്തിലേക്ക്, പ്രശസ്തിയുടെയും അംഗീകാരത്തിന്റെയും ലോകത്തേക്ക് ഞാൻ പ്രവേശിച്ചു. ഞാൻ ഉണർന്നപ്പോൾ മുറിയുടെ ചുമരുകൾക്ക് ചോരയുടെ നിറമായിരുന്നു. കർട്ടനുകൾ തുറന്നപ്പോൾ മുറിയിലെല്ലാം എന്റെ പോസ്റ്ററുകൾ തിളങ്ങി. ഞാൻ പ്രശസ്ത മോഡലാണ്. കോളേജ് ക്യാമ്പസിലെ രാജ്ഞിയാണ്. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന അമ്മ എന്നെ വാത്സല്യത്തോടെ വാരിപ്പുണർന്നു. എന്റെ രാജകുമാരിക്ക് സുഖമില്ലേ? ഇന്ന് ഷൂട്ട് ക്യാൻസൽ ചെയ്യാം. നിന്റെ ആരോഗ്യമാണ് വലുത്. ആ അമിതമായ വാത്സല്യം എന്റെ നെഞ്ചിൽ സന്തോഷം നിറച്ചെങ്കിലും ഒരുതരം അമ്പരപ്പുമുള്ളായിരുന്നു. കോളേജിൽ എല്ലായിടത്തും ആരാധകരുടെ തിരക്ക്. ഞാൻ ക്യാമ്പസ് ഐക്കൺ. എന്റെ നെഞ്ചിൽ ആദ്യമായി സന്തോഷം നിറഞ്ഞു. എന്നാൽ ക്ലാസ്സിലെ അവസാന ബെഞ്ചിൽ തല കുനിച്ചിരിക്കുന്ന ദീപയെ ഞാൻ കണ്ടു. കീറിയ ടീഷർട്ടും തളർന്ന മുഖവും. അവളുടെ കണ്ണുകളിൽ അവഗണനയുടെ ഭാരം ഞാൻ കണ്ടു.
എന്റെ സന്തോഷം അപ്പോൾ തന്നെ കെട്ടുപോയി. അപ്പോഴാണ് ആ സത്യം ഞാൻ അറിയുന്നത്. എന്റെ അരികിലിരുന്ന ഒരു പെൺകുട്ടി ഭയത്തോടെ എന്നോട് സംസാരിച്ചു. മറ്റൊരു പെൺകുട്ടി ഓടി വന്ന് എന്നെ കുറ്റപ്പെടുത്തി. നീ അവളോട് ക്ഷമ ചോദിക്കണം. കഴിഞ്ഞയാഴ്ച നീ കാരണം പ്രൊഫസറുടെ മുന്നിൽ വെച്ച് അവൾ അപമാനിക്കപ്പെട്ടു. അവളുടെ പ്രോജക്റ്റ് നീ മോഷ്ടിച്ചു. ഞാൻ തകർന്നുപോയി. ഈ പുതിയ ലോകത്തിലെ ഞാൻ ഒരു ദുഷ്ടവ്യക്തിയായിരുന്നു. മാളവികയെ ഭീഷണിപ്പെടുത്തി ദീപയുമായുള്ള ബന്ധം തകർത്തു. കൂട്ടുകാരുടെ സ്വപ്നങ്ങൾ മോഷ്ടിച്ചു. ഈ സ്വർണ്ണക്കൂടെ ഒരു തടവറയായിരുന്നു. ഈ താരം എല്ലാവരാലും വെറുക്കപ്പെട്ട ഒരു വികൃതിയായിരുന്നു. ഞാനൊരു ശാപം തിരിച്ചാക്കുകയല്ല, മറിച്ച് എന്റെ തന്നെ ഏറ്റവും മോശം രൂപത്തെയാണ് ഞാൻ തിരിച്ചാക്കിയത്. ഞാൻ മനസ്സിൽ വിലപിച്ചു. എന്റെ ആത്മാവ് ഈ ക്രൂരമായ ശരീരത്തിൽ കിടന്ന് പിടഞ്ഞു. പുതിയ യാഥാർത്ഥ്യത്തിൽ എന്റെ പഴയ വീട്ടുകാരുമായുള്ള ബന്ധം വിചിത്രമായിരുന്നു. അമ്മ എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും പ്രാധാന്യം നൽകി. ദീപയോ? അവൾ എന്നിൽ നിന്നും അകന്നു. ക്ലാസ്സിലെ അവസാന ബെഞ്ചിൽ അവൾ ഒറ്റപ്പെട്ടു. ഞാൻ എന്റെ എല്ലാ വിജയങ്ങളും അവളിൽ നിന്ന് തട്ടിയെടുത്തതുപോലെ എനിക്ക് തോന്നി. എന്റെ തെറ്റിന് അവൾ ശിക്ഷിക്കപ്പെടുന്നു. ഞാൻ അവളെ നിശബ്ദമായി പിന്തുടർന്നു. ഒരു ദിവസം ദീപ ആശുപത്രിയിലേക്ക് പോകുന്നതായി ഞാൻ കണ്ടു. അഞ്ജലിയുടെ മുറിയിലേക്ക്. അപ്പോഴും ഞാൻ കരുതി എന്റെ അനിയത്തിയുടെ അസുഖം ഭേദമാകാത്തതിലുള്ള വിഷമമായിരിക്കും അവൾ എന്ന്. പക്ഷേ ആ മുറിയിൽ വെച്ച് അമ്മ ദീപയോട് പറയുന്നത് ഞാൻ കേട്ടു. മോളെ, നീ എന്തിനാണ് ഇവിടെ സമയം കളയുന്നത്? നിന്റെ ചേച്ചിക്കിപ്പോൾ ഒരുപാട് തിരക്കുകളുണ്ട്. അവൾക്ക് നിന്റെ ഉപദേശം വേണ്ട. ആ വാക്കുകൾ എന്നെ തളർത്തി. എന്റെ സ്വന്തം അമ്മ പോലും എന്നെ ഉപദേശിച്ചു. അന്ന് വൈകുന്നേരം ഞാൻ ദീപയെ തടഞ്ഞു നിർത്തി. അവളുടെ കണ്ണുകളിൽ വേദന തിളങ്ങി. നന്ദന, നീ എന്തിനാണ് എന്നോട് പ്രതികാരം ചെയ്തതെന്ന് എനിക്കറിയാം. എന്റെ ലോകം തട്ടിയെടുക്കാൻ നീ എന്തിനാണ് ആ മന്ത്രം ചെയ്തതെന്നും എനിക്കറിയാം. നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ നിന്റെ പരാജയങ്ങൾക്ക് കാരണം ഒരു ശാപമാണെന്ന്? അവളുടെ സ്വരം പരുഷമായിരുന്നു. നീ എന്തിനാണ് എന്നെ വെറുക്കുന്നത് ദീപ? എന്റെ ദുരിതങ്ങളെല്ലാം എന്റെ തലയിൽ വെച്ചു തരാൻ നീ എന്തിനാണ് ശ്രമിക്കുന്നത്? ഞാൻ കണ്ണീരോടെ ചോദിച്ചു. ദീപ എന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. അവളുടെ കണ്ണുകളിലെ വേദന എന്നെ തകർത്തു. അവൾ എന്റെ ചെവിയിൽ മന്ത്രിച്ചു. അവളുടെ ശബ്ദം ഒരു കത്തി പോലെ എന്റെ ബോധത്തിലേക്ക് തുളച്ചു കയറി. അഞ്ജലിയുടെ അസുഖം അതൊരസുഖമല്ല നന്ദന. വർഷങ്ങൾക്ക് മുൻപ് നീ ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്ത് അമിതവേഗതയിൽ ഓടിച്ച കാറ് മതിലിലിടിച്ചുണ്ടായ അപകടത്തിൽ അവൾക്ക് പറ്റിയതാണ്. ആ തെറ്റ് നീ അറിയരുതെന്ന് കരുതിയാണ് അച്ഛനും അമ്മയും അത് രഹസ്യമാക്കി വെച്ചത്. എന്റെ വിജയങ്ങൾ അവർ ആഘോഷിച്ചത് നിന്നെ തളർത്താതിരിക്കാനല്ല, മറിച്ച് നിന്റെ മനസാക്ഷിക്കുത്ത് മാറാൻ വേണ്ടി അവർ നിനക്ക് പുതിയ ലക്ഷ്യങ്ങൾ നൽകുകയായിരുന്നു. അവർ നിന്നെ അവഗണിച്ചതല്ല, നിന്റെ വേദനകളെ മറയ്ക്കാൻ വേണ്ടി അവർ സ്വയം അവഗണിക്കപ്പെട്ടവരായി മാറിയതാണ്. ആ വാക്കുകൾ കേട്ട് ഞാൻ തലകറങ്ങി നിലത്തു വീണു. കുടുംബശാപം? ഇല്ല, എന്റെ ജീവിതത്തിലെ യഥാർത്ഥ ശാപം എന്റെ അസൂയയും ആത്മവിശ്വാസമില്ലായ്മയുമായിരുന്നു. താൻ ചെയ്ത തെറ്റ്, മാതാപിതാക്കൾക്ക് നൽകിയ വേദന, അഞ്ജലിയുടെ അവസ്ഥ, ഈ ഭീകരമായ സത്യം എന്റെ എല്ലാ മോഹങ്ങളെയും ഒരുപോലെ ചുടലഭൂമിയാക്കി. ഞാൻ കാവേരിയുടെ വീടിന്റെ മുറ്റത്ത് വീണ്ടും ചെന്നു. ഇത്തവണ എന്റെ കണ്ണുകളിൽ മോഹമില്ല, പശ്ചാത്താപം മാത്രം. എനിക്ക് പഴയ ജീവിതം തിരിച്ചു വേണം കാവേരി. ദീപയുടെ പ്രശസ്തി എനിക്ക് വേണ്ട. ഞാൻ അർഹിക്കുന്ന ജീവിതം മതി. ഞാൻ ഉണ്ടാക്കിയ തെറ്റുകൾക്ക് എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. കാവേരി പുഞ്ചിരിച്ചു. നിന്റെ മൂല്യം മറ്റൊരാളുടെ അംഗീകാരത്തിലല്ല, നിന്റെ സ്വന്തം ദയയിലും ആത്മാർത്ഥതയിലുമാണെന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഈ ശാപത്തെ അവസാനിപ്പിച്ചത്. മന്ത്രം വീണ്ടും ചൊല്ലപ്പെട്ടു. ഞാൻ എന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. മുറിയിലെ മഞ്ഞച്ചുവരുകൾ എന്നെ സ്വാഗതം ചെയ്തു. ദീപയുടെ വിജയത്തിന്റെ ആരവങ്ങൾ എനിക്കിപ്പോൾ സന്തോഷം നൽകി. ആശുപത്രിയിൽ വെച്ച് അഞ്ജലി സുഖം പ്രാപിച്ചു. അവൾ കണ്ണു തുറന്നു. ഞാൻ ദീപയുടെ അരികിൽ ചെന്നു. എന്റെ തെറ്റുകൾക്ക് ക്ഷമിക്കണം ദീപ. അഞ്ജലിയോടും നിങ്ങൾ രണ്ടുപേരോടും ഞാൻ ചെയ്തത് വലിയ പാപമാണ്. ദീപ എന്നെ ചേർത്തു പിടിച്ചു. നന്ദു, നീ ഞങ്ങളുടെ ഇരട്ടയാണ്. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. മാളവികയോടും ഞാൻ ക്ഷമ ചോദിച്ചു. ഞാൻ എന്റെ ബ്രഷുകൾ വീണ്ടും എടുത്തു. ഇത്തവണ എന്റെ ചിത്രങ്ങൾക്ക് തിളക്കമുള്ള നിറങ്ങൾ നൽകി. എന്റെ കലാസൃഷ്ടികൾ എന്റെ പുതിയ കാഴ്ചപ്പാടിനെ പ്രതിഫലിച്ചു. എന്റെ ഉള്ളിലെ ശാപം, അസൂയയുടെയും ആത്മനിന്ദയുടെയും ശാപം, സ്നേഹത്തിന്റെയും സ്വയം അംഗീകാരത്തിന്റെയും വെളിച്ചത്തിൽ എന്നേക്കുമായി അലിഞ്ഞുപോയിരുന്നു.